ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത് വിക്ഷേപണം കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തിയായി. 100 വിക്ഷേപണങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. പ്രത്യേകിച്ച് വളരെ ലിമിറ്റഡ് ബജറ്റുമായി ബഹിരാകാശ ഗവേഷണം നടത്തുന്ന ISROയെ സംബന്ധിച്ചിടത്തോളം 100ാമത്തെ വിക്ഷേപണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു നാഴികക്കല്ലാണ്. ISRO തുടങ്ങിയതിന് ശേഷം 5 പതിറ്റാണ്ടിലധികം സമയമെടുത്തു ഈ 100 വിക്ഷേപണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ. അത് വളരെ വലിയ ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മുടെ റിസോഴ്സസും നമ്മുടെ കയ്യിലുള്ള പണവും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ അടുത്ത 100 വിക്ഷേപണങ്ങൾ ISRO പ്ലാൻ ചെയ്യുന്നത് അടുത്ത 5 വർഷങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നാം എവിടെ വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ISROയുടെ നമ്മുടെ ഭാരതത്തിന്റെ ആ ലോഞ്ച് വെഹിക്കിൾസ് റോക്കറ്റുകളെ പറ്റി ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ശരി, നമുക്കിന്ന് ആ വിഷയം ചർച്ച ചെയ്യാം. ISROയുടെ വിക്ഷേപണ വാഹനങ്ങൾ. നമസ്കാരം, സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ സമയം കൊണ്ട് ശാസ്ത്ര വിഷയങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് ഈ ചാനൽ വളരെ വലിയ പിന്തുണ നേടിയിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രത്തിനോടുള്ള ആഭിമുഖ്യത്തിൻ്റെ വളരെ വലിയ ഒരു സൂചനയാണിത്. ഒരുപാട് നന്ദിയുണ്ട്. ഈ പിന്തുണ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം പറയണം. ചോദ്യങ്ങൾ ചോദിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. 1969 അറ്റോമിക് വകുപ്പിന്റെ ഭാഗമായി, ആണവ വകുപ്പിന്റെ ഭാഗമായി ബഹിരാകാശ ഗവേഷണത്തിന്റെ ആദ്യ ചുവടുകൾ വെച്ച ഇൻകോസ്പാർ എന്ന സ്ഥാപനത്തിൽ നിന്നും മാറി ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനം മഹാനായ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ പിറവികൊള്ളുന്നത്. അതുവരെ തിരുവനന്തപുരത്തെ തുമ്പയിൽ നിന്നും മാത്രം ചെറിയ റോക്കറ്റുകൾ മാത്രം വിക്ഷേപിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് വലിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാനുള്ള ഒരു ഭാവി പദ്ധതി അദ്ദേഹം തയ്യാറാക്കുകയും അതിനുവേണ്ടി കിഴക്കൻ തീരത്ത് പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നതിൽ നിന്നാണ് ചെന്നൈയിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ വടക്ക് ആന്ധ്ര തീരത്തുള്ള ശ്രീഹരിക്കോട്ട എന്ന ദ്വീപിനെ തിരഞ്ഞെടുക്കുന്നതും ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്നതും. വിക്ഷേപണ കേന്ദ്രങ്ങൾ എല്ലാം കിഴക്കൻ തീരങ്ങളിലാണ് ഉണ്ടാവുക. കിഴക്കോട്ടാണ് എല്ലാ റോക്കറ്റുകളും ചരിക്കുക. കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട് അതേ സൈഡിലേക്ക് വിക്ഷേപിച്ചാൽ, അതേ വശത്തേക്ക് വിക്ഷേപിച്ചാൽ ഒരുപാട് ഇന്ധന ലാഭം ഉണ്ടാകും എന്നതുകൊണ്ട് ലോകം മുഴുവനും റോക്കറ്റുകൾ ചരിക്കുന്നത്, റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. കഴിയുന്നതും എല്ലാ വിക്ഷേപണ കേന്ദ്രങ്ങളും കിഴക്കൻ തീരങ്ങളിലായിരിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രീഹരിക്കോട്ട കേന്ദ്രം സ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്നും ദുരൂഹമായി നിൽക്കുന്ന ഒരു മരണത്തിലൂടെ മഹാനായ വിക്രം സാരാഭായി നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹം അന്തരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന സതീഷ് ധവാൻ അതുപോലെ തന്നെ വലിയ ഒരു വിഷണറിയായിരുന്നു. ആ സമയത്ത് തന്നെ തുടങ്ങിയെങ്കിലും ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ആദ്യ വിക്ഷേപണത്തിന് വേണ്ടി 1979 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 1979 ഓഗസ്റ്റിലാണ് SLV സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന റോക്കറ്റിൽ ആദ്യമായി ഭാരതത്തിലെ മണ്ണിൽ നിന്ന് ഒരു ഉപഗ്രഹ വിക്ഷേപണം നടക്കുന്നത്. നമ്മുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ. ആ വിക്ഷേപണം ഒരു പരാജയമായിരുന്നു. പക്ഷേ ഒരു വർഷത്തിനകം തന്നെ ഭാരതം SLV-3 വിജയകരമായി വിക്ഷേപിച്ചു. അങ്ങനെ ഒരു ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിക്കുന്ന 6ാമത്തെ രാജ്യമായി ഭാരതം മാറി 1980. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി വിക്ഷേപിച്ച് SLV എന്ന റോക്കറ്റ് റിട്ടയർ ചെയ്തു. SLV ഒരു ചെറിയ റോക്കറ്റായിരുന്നു. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ റോക്കറ്റ്. 22 മീറ്റർ മാത്രം ഉയരവും സോളിഡ് ഫ്യൂവൽ മാത്രം ഉപയോഗിക്കുന്ന, കഷ്ടിച്ച് 35-40 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ 400 കിലോമീറ്റർ ഉയരമുള്ള ഒരു ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ ശേഷിയുള്ള ഒരു സാധാരണ വളരെ ചെറിയ ഒരു റോക്കറ്റ്. പക്ഷേ അതൊരു ആദ്യത്തെ കാൽവയ്പെന്നുള്ള നിലയിൽ വളരെ നിർണായകമായിരുന്നു. അങ്ങനെ 4 വിക്ഷേപണങ്ങൾ SLV നടത്തി. അതിൽ രണ്ടെണ്ണം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സ്വന്തമായ ഒരു ഉപഗ്രഹ വിക്ഷേപണ വാഹനം എന്നുള്ള നിലയിലേക്ക് ഭാരതം എത്തുന്നത് SLV എന്ന ആ ചെറിയ റോക്കറ്റിൽ. അതിനുശേഷം അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ, ഇതെല്ലാം ഡെവലപ്മെൻ്റൽ ഫ്ലൈറ്റുകളാണ്, അതിനുശേഷമാണ് ASLV ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന അടുത്ത ഘട്ടം റോക്കറ്റിലേക്ക് കടക്കുന്നത്. 1987 അതിൻ്റെ വിക്ഷേപണം.
ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു. 88-ലെ രണ്ടാമത്തെ വിക്ഷേപണവും പരാജയമായിരുന്നു. എന്നാൽ 92-ലും 93-ലുമായി 2 വിജയകരമായ വിക്ഷേപണങ്ങൾ നടത്തി. അതായത് SLV റോക്കറ്റിന് 2 സ്ട്രാപ്പോൺ, ആദ്യഘട്ടത്തിലെ 2 ചെറിയ കുഞ്ഞൻ റോക്കറ്റുകൾ പിടിപ്പിച്ച സ്ട്രാപ്പോണും കൂടി പിടിപ്പിച്ച ആ ഒരു സ്ട്രക്ചറായിരുന്നു ASLVക്ക് ഉണ്ടായിരുന്നത്. ഒന്നാം ഘട്ടത്തിൽ ആ സ്ട്രാപ്പോണിൻ്റെ ശക്തിയും കൂടെ കിട്ടുന്നത് കൊണ്ട് 400 കിലോമീറ്റർ ഉയരത്തിൽ 150 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ 92-ലും 93-ലുമായിട്ടാണ് അതിൻ്റെ വിജയകരമായ വിക്ഷേപണങ്ങൾ നടന്നത്. അങ്ങനെ ആ വിക്ഷേപണങ്ങളോടുകൂടി 4 വിക്ഷേപണങ്ങൾ നടത്തി, 2 പരാജയപ്പെട്ടു, 2 വിജയിച്ചു. അതോടുകൂടി ആ ASLV എന്ന റോക്കറ്റും വിരമിച്ചു. SLVയും ASLVയും പൂർണ്ണമായും സോളിഡ് ഫ്യൂൽസ് മാത്രം ഉപയോഗിക്കുന്ന റോക്കറ്റുകളായിരുന്നു. ഇവ രണ്ടും ഒരു ജയന്റ് ലീപ്, വലിയൊരു ചുവടുവെപ്പിലേക്കുള്ള ആദ്യ ഘട്ടങ്ങളായിരുന്നു ഇത്. പിന്നീടാണ് ഇതിഹാസ തുല്യമായ വിജയങ്ങൾ ISRO നേടുന്നത്. 1993 ഒക്ടോബറിൽ PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ചുകൊണ്ട് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തിയത്. ആദ്യ വിക്ഷേപണം പരാജയമായിരുന്നു. അവസാന നിമിഷത്തിൽ ഒരു കമ്പ്യൂട്ടർ ബഗ് കാരണം ഉണ്ടായ ആ ഒരു പ്രശ്നം കാരണം ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ ആ റോക്കറ്റ് പരാജയപ്പെട്ടു. പക്ഷെ വളരെ നിസ്സാരമായൊരു പ്രശ്നമായിരുന്നു അത്. അത് പരിഹരിച്ചുകൊണ്ട് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ PSLV വിജയകരമായി തന്നെ വിക്ഷേപിച്ചു. പിന്നീട് PSLVക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 93 മുതൽ ഈ 2025 വരെ 62 വിക്ഷേപണങ്ങൾ PSLV നടത്തി. അതിൽ 2 മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. ആദ്യത്തെ വിക്ഷേപണവും ഏതാണ്ട് 48-ാമത്തെ വിക്ഷേപണവുമാണ് 2 പരാജയപ്പെട്ടത്. ഈ 48-ാമത്തെ വിക്ഷേപണവും പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോക്കറ്റ് നമ്മുടെ അന്തരീക്ഷം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപഗ്രഹത്തിനെ പൊതിഞ്ഞിരിക്കുന്ന ഹീറ്റ് ഷീൽഡ് വേർപെടേണ്ടതുണ്ട്. ആ ഹീറ്റ് ഷീൽഡ് വേർപെട്ടില്ല. അത് കാരണം ഉപഗ്രഹം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ റോക്കറ്റ് ബഹിരാകാശത്തെത്തി. വിക്ഷേപണം വിജയകരമായിരുന്നു. പക്ഷേ ഉപഗ്രഹത്തിനെ പ്ലേസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ വിക്ഷേപണത്തിനെ പരാജയമെന്ന് പറയാം. അങ്ങനെ 2 പരാജയങ്ങൾ മാത്രമറിഞ്ഞ വിക്ഷേപണ വാഹനമാണ്, റോക്കറ്റാണ് PSLV. ലോകത്തിൽ ഇന്ന് ഏറ്റവും ഈ മിഡ് റേഞ്ചിലുള്ള ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റാണ് PSLV. 400-ലധികം വിദേശ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച റോക്കറ്റാണ് PSLV. ഈ റേഞ്ചിൽ ഏറ്റവും അധികം വിശ്വസ്തതയുള്ള ഒരു റോക്കറ്റാണ് PSLV. അങ്ങനെ ISROയുടെയും ഭാരതത്തിൻ്റെയും പെരുമ ബഹിരാകാശത്ത് ഒരുപാട് ഉയർത്തിയ ഒരു കരുത്തനായ പടക്കുതിര തന്നെയാണ് അവൻ. ഇന്നും അക്ഷീണമായി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. SLVയുടെയും ASLVയുടെയും ഹൈറ്റ്, ലെങ്ത് എന്ന് പറയുന്നത് 22-23 മീറ്റർ ആണെങ്കിൽ PSLVയുടേത് അതിൻ്റെ ഇരട്ടിയാണ്. 44 മീറ്ററാണ് അതിൻ്റെ ഉയരം. SLVയുടെയും ASLVയുടെയും ഡയമീറ്റർ, ചുറ്റളവ് 1 മീറ്റർ ആയിരുന്നെങ്കിൽ അത് PSLVയുടേത് 2.8 മീറ്ററാണ്. SLVക്കും ASLVയുടെയും ഒക്കെ ആകെ ഭാരം എന്ന് പറയുന്നത് ഒരു 17,000-20,000 കിലോഗ്രാം ആയിരുന്നുവെങ്കിൽ PSLVയുടെ ഭാരം എന്ന് പറയുന്നത് 32,000 കിലോഗ്രാമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ആ റേഞ്ചിലെ ഒരു സമ്പൂർണ്ണ പ്രൊഫഷണൽ റോക്കറ്റാണ് PSLV എന്ന് പറയും. 1600 കിലോഗ്രാം ഭാരം വരെയുള്ള പേലോഡ് ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വരെ എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റാണ്. ലോവർത്ത് ഓർബിറ്റിൽ 3000-3500 കിലോഗ്രാം വരെ എത്തിക്കാൻ കഴിയും. അങ്ങനെ എല്ലാം കൊണ്ടും 100% പ്രൊഫഷണലായ വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് PSLV. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് PSLVയിലാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് PSLVയിലാണ്. ആദിത്യ വിക്ഷേപിച്ചത് PSLVയിലാണ്. ഇപ്പോൾ അടുത്ത കാലത്തെ സ്പാഡക്സ് ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള 2 പേടകങ്ങൾ വിക്ഷേപിച്ചത് PSLVയിലാണ്. ഒരേ സമയം 105 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റെക്കോർഡും PSLVക്ക് തന്നെയാണുള്ളത്. ഓർക്കണം, ഒരു ഗ്രഹാന്തര ദൗത്യം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിപ്പിച്ച ഒരേ ഒരു നാടാണ് ഭാരതം. ആ ദൗത്യം മംഗൾയാൻ, ചൊവ്വയിലേക്കുള്ള മംഗൾയാൻ വിക്ഷേപിച്ചതും ഈ PSLVയിൽ തന്നെയാണ്. ആ PSLV ഇന്നും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണ വാഹനമായി തുടരുകയാണ്. അതിനുശേഷമാണ് GSLV വരുന്നത്, ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSLVയിൽ മാത്രം നിന്നാൽ പോരാ.
കൂടുതൽ ഭാരമുള്ള 2500-3000 കിലോഗ്രാം ഭാരമുള്ള വലിയ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ ജിയോസിൻക്രണസ് ഓർബിറ്റിൽ എത്തിക്കേണ്ടതുണ്ട്. അതിന് നാം ആശ്രയിച്ചു കൊണ്ടിരുന്നത് വിദേശ ഏജൻസികളെയായിരുന്നു, പ്രധാനമായും യൂറോപ്യൻ യൂണിയനെ ആയിരുന്നു. ആ ആശ്രയത്വം കൂടി നമുക്ക് നിർത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഭാരതം GSLV-യിലേക്ക് ചുവടുവെച്ചത്. GSLV വിക്ഷേപിക്കണമെങ്കിൽ, GSLV ആണെങ്കിൽ അതിന് ക്രയോജനിക് എഞ്ചിൻ അത്യാവശ്യമാണ്. അങ്ങനെ ആ ക്രയോജനിക് എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ് 10-15 വർഷം എടുത്തു. അതിനെപ്പറ്റി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ക്രയോജനിക് സ്റ്റേജ് വന്നതിന് ശേഷം, അതിനു മുൻപ് നമുക്ക് റഷ്യയിൽ നിന്ന് കുറച്ച് ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് 2001 മുതൽ GSLV വിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യ വിക്ഷേപണങ്ങളൊക്കെ ചിലതൊക്കെ പൂർണ്ണമായും പരാജയപ്പെട്ടു, ചിലതൊക്കെ പാർഷ്യൽ ഫെയിലിയറായിരുന്നു. അങ്ങനെ ഒരു സക്സസ്ഫുൾ റോക്കറ്റ് എന്ന ഒരവസ്ഥയിലേക്ക് GSLV-ക്ക് എത്താൻ ഇതിൻ്റെ 2014-2015 വരെ വേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം ഭാരതത്തിൻ്റെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ CE-7.5 എന്ന ക്രയോജനിക് എഞ്ചിൻ വളരെ സക്സസ്ഫുള്ളായി, വളരെ എസ്റ്റാബ്ലിഷായി, വളരെ ക്രെഡിബിളായി മാറിക്കഴിഞ്ഞപ്പോൾ PSLV-യെ പോലെ തന്നെ ഈ GSLV-യും മാറി. അങ്ങനെ 3000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോസിൻക്രണസ് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ നമുക്ക് ഈ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കഴിയും. ഈ GSLV റോക്കറ്റിലാണ് ISRO 100ാമത്തെ വിക്ഷേപണം നടത്തി നാവിക് സാറ്റലൈറ്റിനെ, NVS-02 എന്ന് പറഞ്ഞ സാറ്റലൈറ്റിനെ ജിയോസിൻക്രണസ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. വളരെ വിശ്വസ്തമായ റോക്കറ്റായി കഴിഞ്ഞു. പല വിദേശ ഉപഗ്രഹങ്ങളും ഇപ്പോൾ വിക്ഷേപിക്കുന്നുണ്ട്. വിദേശ ഉപഗ്രഹങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ റോക്കറ്റിന് അത്രത്തോളം വിശ്വാസ്യത ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ PSLV-യുടെ അതേ ക്രെഡിബിലിറ്റി ഇന്ന് GSLV-ക്കും ലഭിച്ചു കഴിഞ്ഞു. നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു റോക്കറ്റാണത്. അതിനെ നോട്ടി ബോയ് ഓഫ് ISRO എന്നായിരുന്നു ആദ്യകാലത്തൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ഇവൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ആ വികൃതിക്കുട്ടിയെ മെരുക്കി നല്ല ഒരാട്ടിൻകുട്ടിയാക്കി മാറ്റുന്നതിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വിജയിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാം. അതേപോലെയാണ് അടുത്ത ജനറേഷൻ റോക്കറ്റ് 2017 LVM-3 എന്ന ഇതുവരെ നാം നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ്. ആദ്യം GSLV Mark 3 എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് LVM-3 എന്നായത്. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നേ ഉള്ളൂ അതിൻ്റെ പൂർണ്ണരൂപം. അത് GSLV-യേക്കാൾ കരുത്തുറ്റതാണ്. GSLV-യുടെ മാസ്, PSLV-യുടെ ഭാരം 32,000 കിലോഗ്രാം ആയിരുന്നുവെങ്കിൽ, അതായത് 32 ടൺ ആയിരുന്നുവെങ്കിൽ GSLV-യുടെ ഭാരം 41,000 കിലോഗ്രാമാണ്. എന്നാൽ LVM-3യുടെ ഭാരം എന്ന് പറയുന്നത് 64,000 കിലോഗ്രാം, അതായത് 64 ടണ്ണാണ് അതിൻ്റെ ഭാരം. 10,000 കിലോഗ്രാം, 10 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ലോ എർത്ത് ഓർബിറ്റിൽ, അതായത് 400-500 കിലോമീറ്ററിനുള്ളിലുള്ള ഓർബിറ്റിൽ എത്തിക്കാനും 4 ടൺ 4,000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ജിയോസിൻക്രണസ് ഓർബിറ്റിൽ എത്തിക്കാനും ഈ LVM-3ക്ക് കഴിയും. LVM-3 ഇതുവരെ 7 വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്. 7 വിക്ഷേപണങ്ങളും സക്സസ്സാണ്. ഇന്ന് വരെ പരാജയമറിഞ്ഞിട്ടില്ലാത്ത ISRO നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും വിശ്വസ്തവുമായ റോക്കറ്റാണ് LVM-3. ഈ LVM-3യിലാണ് ചന്ദ്രയാൻ 2ഉം ചന്ദ്രയാൻ 3ഉം എല്ലാം വിക്ഷേപിച്ചത്. അതുപോലെ വിദേശ ഉപഗ്രഹങ്ങൾ, വൺവെബിൻ്റെ അനേകം ഉപഗ്രഹങ്ങൾ, ഇതെല്ലാം വിക്ഷേപിച്ചത് LVM-3യിലാണ്. ഇനി വരാൻ പോകുന്ന നമ്മുടെ ഗഗൻയാൻ വിക്ഷേപിക്കാൻ പോകുന്നത് LVM-3യിലാണ്. അതേപോലെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഭാരതത്തിൻ്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാൻ പോകുന്നത് LVM-3യിലാണ്. അങ്ങനെ വലിയ വിക്ഷേപണങ്ങളുടെ ഒരു പരമ്പര തന്നെ വരാനുണ്ട്. അങ്ങനെ ഇന്ന് വരെ ISRO വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും വിശ്വസ്തവും ഏറ്റവും കരുത്തുറ്റതുമായ റോക്കറ്റാണ് LVM-3. അങ്ങനെ ഈ വിക്ഷേപണ മാർക്കറ്റിൽ ഭാരതത്തിൻ്റെ ക്രെഡിബിലിറ്റി വളരെയധികം ഉയർത്തുന്നതിൽ LVM-3 സഹായിച്ചിട്ടുണ്ട്. ഈ LVM-3 വന്നതോടുകൂടി ഒരുപാട് ഹെവിയായിട്ടുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് ആരെയും ആശ്രയിക്കാതെ വിക്ഷേപിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടം കൊണ്ട് മാത്രം നിൽക്കുന്നില്ലല്ലോ. LVM-3യിൽ മാത്രം നമുക്ക് നിന്നാൽ പോരല്ലോ. നമുക്ക് 4,000 കിലോഗ്രാമിൽ മാത്രം നിന്നാൽ പോരല്ലോ. ലോവർ ഓർബിറ്റിലേക്ക് 15ഉം 20ഉം 30ഉം 40ഉം 50ഉം 60ഉം ടണ്ണൊക്കെ ഭാരമുള്ള വലിയ പേലോഡുകളെ എത്തിക്കുന്ന ഹെവി റോക്കറ്റുകൾ, ഹെവി ലിഫ്റ്റ്, സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇനിയും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് അടുത്ത മൊഡ്യൂളുകളൊക്കെ വിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള വളരെ വലിയ കപ്പാസിറ്റിയുള്ള റോക്കറ്റുകൾ ആവശ്യമുണ്ട്. അങ്ങനെ അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്കൊരു ഹെവി ലിഫ്റ്റ്, സൂപ്പർ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ ആവശ്യമുണ്ട്. അതിനുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ ഭാരതം. കൊണ്ടുപിടിച്ച ഗവേഷണമാണ് നടത്തുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ഈ LVM-3യുടെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. LVM-3യുടെ ഇപ്പോഴുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കോർ,
അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ ബൂസ്റ്ററുകൾ S-200 ബൂസ്റ്ററുകൾ. ആ S-200 ബൂസ്റ്ററുകളാണ് ഖര ഇന്ധന റോക്കറ്റുകളാണവ. അവയാണ് അതിൻ്റെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് രണ്ട് വികാസ് എഞ്ചിനുകൾ ചേർന്ന ഒരു ക്ലസ്റ്ററാണ്. അവ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് കരുത്തേറിയ GSLVയിലേക്കാൾ കരുത്തേറിയ CE-20 എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിനാണ്. ഇവ മൂന്നും കൂടി ചേർന്നാണ് LVM-3യെ ഒരു വലിയ റോക്കറ്റാക്കി മാറ്റിയത്. എന്നാൽ ഇതിനെ ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാം ഘട്ടത്തിലെ കോർ അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അവിടെ SCE-200 എന്ന് പറയുന്ന ഒരു സെമി ക്രയോജനിക് എഞ്ചിൻ്റെ ഗവേഷണം അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. അങ്ങനെ ഒന്നാം ഘട്ടത്തിലേക്ക് സെമി ക്രയോജനിക് എഞ്ചിൻ്റെ ശക്തി കൂടി അതിന് ലഭിക്കുമ്പോൾ ക്രയോജനിക് എഞ്ചിൻ എന്താണെന്ന് നമുക്കറിയാം. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ഉപയോഗിക്കുന്ന എഞ്ചിനാണ് ക്രയോജനിക് എഞ്ചിൻ. എന്നാൽ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ച മണ്ണെണ്ണയാണ്. അതേപോലെ ഓക്സിഡൈസറായി ലിക്വിഡ് ഓക്സിജനും. അപ്പം അത് സെമി ആണത്. ആ സെമി ക്രയോജനിക് എഞ്ചിൻ്റെ ഗവേഷണം ഫൈനൽ ഘട്ടത്തിലാണ്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പ്രവർത്തനസജ്ജമാകും എന്നാണ് അറിയുന്നത്. അതിൻ്റെ ലൈവായിട്ടുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കും. അത് ഈ LVM-3യിലേക്ക് കൊടുത്താൽ ഈ LVM-3യുടെ കപ്പാസിറ്റി ലോ എർത്ത് ഓർബിറ്റിലേക്ക് 10 ടൺ എന്നുള്ളത് 15-16 ടണ്ണായി മാറും. അങ്ങനെ ആ LVM-3 ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റായി മാറും. അപ്പോൾ നമുക്ക് കൂടുതൽ ഭാരമുള്ള കൂടുതൽ വലിയ പേലോഡുകളെ വിക്ഷേപിക്കാൻ സാധിക്കും. അതും കഴിഞ്ഞതിന് ശേഷമാണ് NGLV എന്ന പദ്ധതി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ NGLV എന്ന് പറയുന്നത് അതായത് ASLVയിൽ നിന്ന് PSLVയിലേക്ക് നടത്തിയ കുതിച്ചുചാട്ടം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഈ LVMൽ നിന്ന് NGLVയിലേക്കുള്ള മാറ്റം. LVM-3ക്ക് 43 മീറ്ററാണ് ഹൈറ്റെങ്കിൽ ഈ NGLVയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 93 മീറ്ററാണ്. ഇരട്ടിയിലധികമാണ്. LVM-3യുടെ ഭാരം എന്ന് പറയുന്നത് 62 ടണ്ണാണെങ്കിൽ NGLVയുടെ ഭാരം എന്ന് പറയുന്നത് 100-ലധികം ടണ്ണാണ്. LVM-3യുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 മീറ്റർ ആണെങ്കിൽ NGLVയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 മീറ്ററാണ്. LVM-3യുടെ പേലോഡ് കപ്പാസിറ്റി, ലോ എർത്ത് ഓർബിറ്റിലേക്കുള്ള പേലോഡ് കപ്പാസിറ്റി 10 ടണ്ണാണെങ്കിൽ NGLVയുടെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 35-40 ടണ്ണോളം വരും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമ്പൂർണ്ണമായ റോക്കറ്റ്. അതുമാത്രവുമല്ല, ആദ്യഘട്ടം തിരിച്ചിറക്കാവുന്ന രീതിയിൽ, തിരിച്ചിറക്കി വീണ്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് SpaceXൻ്റെയൊക്കെ റോക്കറ്റുകളുടെ ആദ്യഘട്ടം, ഒന്നാം ഘട്ടം തിരിച്ചിറങ്ങി വരുന്നത്. ലിക്വിഡ് മീഥൈനും ലിക്വിഡ് ഓക്സിജനും ഉപയോഗിക്കുന്ന 9 എഞ്ചിനുകളുടെ ഒരു ക്ലസ്റ്ററാണ് അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ വർക്ക് ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇതേ എഞ്ചിനുകൾ 5 എഞ്ചിനുകളാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാം ഘട്ടത്തിൽ ഒരു CE-20 ക്രയോജനിക് എഞ്ചിനും. ഇങ്ങനെയാണ് ഈ NGLV പ്രവർത്തിക്കുക. ഒന്നാം ഘട്ടം എരിഞ്ഞതിന് ശേഷം അതിനെ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യണം. ആ ലാൻഡ് ചെയ്യണമെങ്കിൽ അതിലെ എഞ്ചിനുകൾ അതിനനുസരിച്ചായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. ആ ഒന്നാം ഘട്ടം എരിഞ്ഞതിന് ശേഷം, ഒന്നാം ഘട്ടം പ്രവർത്തിച്ചതിന് ശേഷം ആ എഞ്ചിനുകളെ ഓഫ് ചെയ്യണം. ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ, ഭൂമിയോടടുക്കുമ്പോൾ ആ എഞ്ചിനുകൾ വീണ്ടും ജ്വലിപ്പിച്ച് അതിൻ്റെ താഴേക്കുള്ള ആ വേഗത കുറച്ച് സാവധാനം ലാൻഡ് ചെയ്യണം. ഒരുപാട് ക്രിട്ടിക്കൽ ടെക്നോളജി ഇതിൻ്റെ അകത്തുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കറ്റ് എഞ്ചിനുകളെ അതിൻ്റെ ജ്വലനം നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ റോക്കറ്റ് എഞ്ചിനുകൾ ജ്വലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നിർത്തി വീണ്ടും ജ്വലിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ചെയ്യാറില്ല. അതും ഒരു ക്രിട്ടിക്കൽ ടെക്നോളജിയാണ്. കഴിഞ്ഞ ദിവസം ആ ടെക്നോളജിയും നാം അച്ചീവ് ചെയ്തു. വികാസ് എഞ്ചിനെ, PSLVയുടെയും GSLVയുടെയും ഒക്കെ രണ്ടാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിനെ നിർത്തുകയും റീസ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ ഒരു ടെക്നോളജി നമ്മൾ അച്ചീവ് ചെയ്തു. അങ്ങനെ ഇനിയും അതിൻ്റെ അകത്ത് ഒരുപാട് ക്രിട്ടിക്കൽ ടെക്നോളജി ആവശ്യമുണ്ട്. അടുത്ത ഒരു 5 വർഷം കൊണ്ട്, 5-6 വർഷം കൊണ്ട് ഈ NGLVയുടെ വികസനം പൂർണ്ണമാകും എന്നാണ് ISRO ചെയർമാൻ നാരായണൻ പറയുന്നത്. എന്തായാലും നമുക്ക് അത് പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് സംഭവിക്കും. ഇതുവരെ എത്തിയ ISRO ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. ആദ്യ 100 വിക്ഷേപണങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് 50-ലധികം വർഷങ്ങൾ വേണ്ടി വന്നെങ്കിൽ അടുത്ത 100 വിക്ഷേപണങ്ങൾ പൂർത്തിയാക്കാൻ ഇനി 5 വർഷം കൂടി മതി. അത്ര വലിയൊരു മാറ്റമാണ് ഇനി
വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.